ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 39 ചെസ്റ്റ് സൈസ് വരുന്ന ഒരു ബ്ലൗസിന്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ആദ്യം നമുക്ക് തുണി എങ്ങനെയാണ് മടക്കിയിട്ട് അളവുകളൊക്കെ മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാനിപ്പം തുണി ഒന്ന് നിവർത്തിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണിയുടെ വീതിയാണ് ഈ വരുന്നത്. ഇത് നീളവശമാണ്. നമ്മൾ തുണി ഇങ്ങനെ മടക്കിയിട്ടാണ് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ മടക്കിയിടുമ്പോൾ തുണിക്ക് കിട്ടേണ്ട വീതി എന്ന് പറയുന്നത് നമ്മൾ ചെസ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ ബെസ്റ്റ് റൗണ്ട് ഏത് ആണോ വലിയ അളവ് അത് വെച്ചാണ് നമ്മൾ തുണി ഇങ്ങനെ മടക്കിയിടുന്നത് നോക്കുന്നത്. ഇവിടെ 39 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് വന്നിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ 4/1 നോക്കണം. ടേപ്പ് വെച്ച് ഇങ്ങനെ 4/1 എന്ന് പറയുന്നത് 9.25 ഇഞ്ച് വരും. നമ്മളിങ്ങനെ 39 ഇഞ്ചിനെ രണ്ടായിട്ട് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക. അന്നേരം എനിക്കിവിടെ 19.5 ഇഞ്ചാണ് കിട്ടിയത്. അതിനെ വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പം 39ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 9.25 ഇഞ്ച് കിട്ടി. നമുക്കിങ്ങനെ തുണി മടക്കി ഇടുമ്പോൾ 9.25 ഇഞ്ചിന് ഞാനൊരു 10 ഇഞ്ചായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, കണക്കാക്കുവാണ്. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 2 ഇഞ്ചും കൂടെ, അങ്ങനെ 12 ഇഞ്ച് വീതി നമുക്കിങ്ങനെ തുണി മടക്കിയിടുമ്പോൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് നോക്കി അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ വരുന്ന രീതിയിൽ തുണി ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ്. നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ചുളിവുകളുണ്ട്, ആദ്യം ഒന്ന് അയൺ ചെയ്തെടുക്കാം. നമ്മൾ ചുളിവുകളുണ്ടെങ്കിൽ അയൺ ചെയ്തതിന് ശേഷം അളവുകൾ മാർക്ക് ചെയ്യുക. കാരണം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെല്ലാം കഴിയുമ്പോഴത്തേക്ക് വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഒന്ന് ചുളിവുകൾ ഉള്ള ക്ലോത്ത് ആണെങ്കിൽ ഒന്ന് അയൺ ചെയ്തതിന് ശേഷം അളവുകൾ മാർക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ്. ആദ്യം നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. മുകളിൽ ഇവിടെ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലോ അതുകൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് ലെവലാക്കി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് ബ്ലൗസിന് വേണ്ടുന്ന ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ലൈനിൽ നിന്നും ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ 14 ഇഞ്ചാണ് ലെങ്ത്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ചും പിന്നെ താഴ്വശത്തൊരു പീസ് അറ്റാച്ച് ചെയ്യും, അതിന് 1/2 ഇഞ്ച്. അതാണ് 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് 15 ഇഞ്ച് മാർക്ക് ചെയ്തു. രണ്ടറ്റത്തും നമ്മൾ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിന്റ് ചേർത്ത് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുവാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇവിടെയാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ മടക്ക് വശത്തു നിന്നും ഷോൾഡർ ഒരു 6.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഇവിടെ ആം ഹോളിൻ്റെ ലെങ്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടുത്തെ വീതി തന്നെ ഇവിടെ ഒന്നുകൂടെ 6.25 ഇഞ്ച് നമ്മൾ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ആ പോയിന്റുകൾ ചേർത്ത് നമുക്കവിടെ വരച്ചെടുക്കാം. ഇവിടെ നീക്കി ഒന്നുകൂടെ 7 ഇഞ്ച് ആം ഹോളിൻ്റെ ലെങ്ത് 7 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ അവിടെ ഒരു എൽ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുവാണ്. ഇവിടെ ഞാൻ 39 ചെസ്റ്റ് സൈസ് വരുന്ന ഒരളവാണ് പറയുന്നത്. ഇനി ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 39 ഇഞ്ചായിരുന്നു ചെസ്റ്റ് റൗണ്ട് വരുന്നത്. നമ്മളത് നേരത്തെ ചെസ്റ്റ് റൗണ്ട് ഇങ്ങനെ നോക്കിയായിരുന്നു. 39നെ ആദ്യം രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തു. അതെന്ന് പറയുമ്പം 19.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അതിനെ വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 39ൻ്റെ 4/1 9.25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ 39നെ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തു നമുക്ക്
19.5 ഇഞ്ചാണ് കിട്ടുന്നത്. പിന്നെ വീണ്ടും ആ 19.5 ഒന്നുകൂടെ ഫോൾഡ് ചെയ്യും, ഇങ്ങനെ മടക്കിയെടുക്കും. കറക്റ്റായിട്ട് മടക്കുമ്പോഴത്തേക്ക് നമുക്ക് 9.25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെയായിട്ട് 9.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ വേസ്റ്റ് റൗണ്ട് 34 ഇഞ്ചാണ്. അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 8.5 ഇഞ്ചാണ് വരുന്നത്. നമ്മളിവിടെ ഈ മടക്ക് വശത്തു നിന്നും 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാനായിട്ട് ആം ഹോൾ ലെങ്തിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ഇതുപോലെ ഫ്രഞ്ച് കർവ് വെച്ച് ആം ഹോൾ കർവ് ഒന്ന് വരച്ചു കൊടുക്കാം. ചെസ്റ്റിൻ്റെ 4/1 പിന്നെ പകുതി മാർക്ക് ചെയ്ത പോയിന്റ് വരുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് വെച്ച് നമ്മൾ ഇതുപോലെ ആം റൗണ്ട് വരച്ചെടുത്തു. ഇനി ആം റൗണ്ട് കറക്റ്റ് ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എനിക്കിവിടെ 9.25 ഇഞ്ചാണ് വരുന്നത്. 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമ്മൾ വിട്ടതിന് ശേഷം ബാലൻസ് 9.25 ഇഞ്ച് ഉണ്ടോ എന്നിങ്ങനെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ്. എനിക്കിവിടെ 9.25 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇനി 2 പോയിന്റുകൾ ചേർത്ത് ഇതുപോലെ വരച്ചെടുക്കണം. തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത പോയിന്റാണ് ഇത്. സ്റ്റിച്ച് ചെയ്യാനുള്ള മാർക്കിംഗ് ആണ്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് ലെങ്ത് 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയും നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് അവിടെ നമ്മളൊരു ബോക്സ് പോലെ ഇതുപോലെ വരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ഞാനിവിടെ ഫ്രഞ്ച് കർവ് വെച്ച് തന്നെയാണ് റൗണ്ട് നെക്കൊന്ന് വരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നത്. ബാലൻസ് ഉള്ള ക്ലോത്ത് നമ്മളൊന്ന് എങ്ങനെയാണ് മടക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അയൺ ചെയ്തെടുക്കുവാണ് ബാലൻസ് ഉള്ള പീസ്. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മളിവിടെ അയൺ ചെയ്തെടുത്തു. ആദ്യം നമുക്ക് ഇവിടെ ഇപ്പോൾ ഫോൾഡ് വശമാണ്. അവിടെ ഒരു 1/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഹുക്കും ഐയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു 1/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ ഈ 1/4 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ആ ലൈനിലായിട്ടാണ് ബാക്ക് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുവാണ്. ആ ലൈനിലായിട്ട് വരണം ബാക്ക് പീസിൻ്റെ ഫോൾഡ് വശം. കറക്റ്റ് മുകളിലും എല്ലാം ലെവലാക്കി ഒന്ന് വെച്ച് കൊടുക്കുവാണ്. ഇവിടെ നമ്മൾ ബാക്ക് പീസിനെക്കാട്ടിലും കുറച്ച് എക്സ്ട്രാ നിൽക്കുന്ന രീതിയിൽ വേണം ഫ്രണ്ട് പീസിൻ്റെ തുണി ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ്. ഇവിടെ ഇപ്പോൾ ഒരു 1/4 ഇഞ്ചും കൂടെ ചേർത്ത് 3.25 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ ലൈൻ വരച്ചതും കൂടെ ചേർത്ത് 3.25 ഇഞ്ച് വരും. ഫ്രണ്ട് നെക്ക് ലെങ്ത് ഒരു 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ നമ്മളൊരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ഷോൾഡർ നമ്മൾ 6.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആ 1/4 ഇഞ്ചും കൂടെ ചേർത്ത് 6.5 ഇഞ്ച്, ഈ 1/4 ഇഞ്ചും കൂടെ ചേർത്ത് വരുമ്പോൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ബാലൻസ് എല്ലാം കറക്റ്റ് ആം റൗണ്ടിൻ്റെ അളവിൽ മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ഇവിടം വരെയാണ് ബാക്ക് പീസ് വരുന്നത്. അവിടെ നിന്നൊരു എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ആം ഹോളിൻ്റെ
പകുതി മാർക്ക് ചെയ്ത് അവിടെ നമുക്ക് കുഴിച്ച് മാർക്ക് ചെയ്യാനായിട്ട് ഒന്ന് മാർക്കിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മുതൽ അണ്ടർ ബെസ്റ്റ് വരെയുള്ള ലെങ്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 13 ഇഞ്ചാണ്. അവിടെ ഒരു പോയിന്റ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ബാക്ക് പീസും കൂടെ വെച്ചാണ് പോയിന്റ് ഇട്ടെടുത്തത്. ആ ബാക്ക് പീസിന് ഇതുപോലെ മുകളിലേക്ക് ഒരു സ്കെയിൽ വെച്ച് ഇതുപോലെ ഞാൻ ആ 13 ഇഞ്ചിലൊരു ലൈൻ വരച്ചെടുക്കുവാണ്. ഇനി നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ എക്സ്ട്രാ, അവിടെ നിന്നും താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അത് ആ 13 ഇഞ്ചിലേക്ക് വന്ന് നിൽക്കുന്ന രീതിയിൽ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ആം ഹോൾ കർവ് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്തെടുക്കുവാണ്. 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം ഫ്രണ്ട് ആം ഹോള്. ഇനി നമുക്ക് ഷോൾഡർ മുതൽ ബെസ്റ്റ് പോയിന്റ് വരെയുള്ള ഇവിടെ ഇപ്പം 13 ഇഞ്ചാണ്. നമ്മൾ ഷോൾഡർ മുതൽ അണ്ടർ ബെസ്റ്റ് വരെ 13 ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്ത്. അവിടെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തത്. ഇനി നമുക്ക് BP ടു BP ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. BP ടു BP ഇവിടെ 4 ഇഞ്ച് ആ ലൈൻ വിട്ടതിന് ശേഷമാണ് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഷോൾഡർ മുതൽ ബെസ്റ്റ് പോയിന്റ് വരെയുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. 10.5 ഇഞ്ചാണ്. അത് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത കറക്റ്റ് ആ ലെവലിൽ തന്നെ വരുന്ന രീതിയിൽ 10.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. അതിൻ്റെ താഴേക്ക് ഒരു 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. 11 ഇഞ്ച്. അങ്ങനെ ആ 11 ഇഞ്ചിൽ നിന്ന് നമ്മളൊരു ലൈൻ വരച്ചു. 10.5 ഇഞ്ച് മാർക്ക് ചെയ്തു, പിന്നെ ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്ത്, പിന്നെ ഡാർട്ട് മാർക്ക് ചെയ്യാൻ 1.25 ഇഞ്ച് ഇപ്പുറത്തേക്കും 1.25 ഇഞ്ച് ഇപ്പുറത്തേക്കും. പിന്നീട് അവിടെ നമ്മൾ ഇതുപോലെ ഡാർട്ട് മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ 11 ഇഞ്ചിലാണ് ഡാർട്ട് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ എല്ലാ ഡാർട്ടും നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആ ഷോൾഡർ ടു BP വരെ 10.5 ഇഞ്ചിനെ ബേസ് ചെയ്താണ്. ആദ്യം 10.5 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് നീക്കിയാണ് നമ്മൾ 11 ഇഞ്ചിൽ ഡാർട്ട് മാർക്ക് ചെയ്ത്. ഇനി ഈ 10.5യിൽ നിന്നും 1.5 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയൊരു പോയിന്റ് ഇട്ട് അവിടെയും നമ്മൾ ഡാർട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 1/4 ഇഞ്ച് നമ്മൾ വരച്ചാൽ അതിൻ്റെ അവിടേക്ക് ഇതുപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും ഒരു ലൈൻ വരച്ചു. അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് 1/4 ഇഞ്ച് ടോട്ടൽ 1/2 ഇഞ്ച് ഡാർട്ട് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ഡാർട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് ആ 10.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ 1.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ ആം ഹോളിൻ്റെ അവിടേക്ക് ഒരു ലൈൻ വരച്ചു. പിന്നീട് അവിടെയും 1/4 ഇഞ്ച് വീതിയിൽ വരുന്ന ഡാർട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ഡാർട്ട് എല്ലാം മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടുത്തെ കർവ് വരച്ചു കൊടുക്കണം. ഇവിടെ ടോട്ടൽ എത്രയാണെന്ന് നോക്കുക, അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക, അവിടേക്കൊരു കർവ് വരച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ കർവ് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് പീസും കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. ബാലൻസ് ഉള്ളതിൽ നിന്നും സ്ലീവ് കട്ട് ചെയ്യണം. അതിനായിട്ട് ബാക്ക് പീസിൻ്റെ ആം റൗണ്ട് ഒന്ന് അളന്ന് നോക്കുക. സ്ലീവ് കട്ടിങ്ങിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളിവിടെ ഷോൾഡർ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒന്ന് ചുറ്റിനും അളന്ന് നോക്കണം. എനിക്കിവിടെ 11 ഇഞ്ചാണ് കിട്ടുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആം റൗണ്ട് അളന്ന് നോക്കുക. ഇനി നമുക്ക് ബാലൻസ് വന്നിട്ട് ആ സൈഡിൽ നിന്നും സ്ലീവ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. തുണി നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മടക്കിയിടുമ്പോൾ നമുക്ക് സ്ലീവിനൊക്കെ തുണി തികയുന്നതാണ്. ബാലൻസ് ഉള്ള പീസിനെ നമ്മളിവിടെ മടക്കിയിട്ടെടുക്കുവാണ്. കറക്റ്റായിട്ട് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തേക്കുവാണ്. ഇനി ഇവിടെ ഫോൾഡ് വശമാണ്, അതിനെ ഒന്നുകൂടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സ്ലീവിനുള്ള ക്ലോത്താണ് നമ്മൾ ഈ മടക്കിയിടുന്നത്. ഇപ്പോൾ എൻ്റെ നേർക്ക് ഫോൾഡ് വശമാണ് വരുന്നത്. കറക്റ്റാക്കി നമ്മൾ ലെവലാക്കി ഒന്ന് ഇട്ടെടുക്കുവാണ്. നമുക്ക് 11 ഇഞ്ചാണ് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 10 ഇഞ്ച് വീതി ഇങ്ങനെ മടക്കിയിടുമ്പോൾ കിട്ടണം. നിങ്ങൾ നിങ്ങളുടെ ആം റൗണ്ട് അളന്നതിന് ശേഷം അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് വീതി ഉണ്ടോ എന്ന് നോക്കുക.
തുണി 4ആയിട്ട് മടക്കിയിടുമ്പോൾ ഇനി സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. 8 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്. അതിൻ്റെ കൂടെ നമ്മളൊരു 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ താഴെ നമ്മൾ 9.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അവിടെ ആ 2 പോയിന്റ് ചേർത്തൊരു ലൈൻ വരച്ചെടുത്തു. 1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനും 1/2 ഇഞ്ച് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് ആം ഹോളുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ 3.5 ഇഞ്ച് നീക്കി അവിടെ നിന്നും മാർക്ക് ചെയ്തു. അവിടെ നിന്നും ചരിച്ച് ഇതുപോലെ ആ ലെങ്തിൻ്റെ അവിടേക്കൊരു ലൈൻ വരച്ചു. എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുള്ള 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ബാലൻസ് മിഡ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തു. 1/4 ഇഞ്ച് വെളിയിലേക്ക് കുഴിച്ച് ആ മിഡ് പോയിന്റിൽ കൊണ്ടുവന്ന് 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിലേക്ക് കൊണ്ടുവന്ന് മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ബോട്ടം റൗണ്ട് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തു. ഇനി ഇതുപോലെ ആം റൗണ്ടിൻ്റെ 1.5 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് ചരിച്ച് ലൈൻ വരച്ചെടുത്ത് ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവിനെയും ചേർത്ത് വെച്ച് സെൻറ്റർ ഭാഗത്തൊരു നോച്ച് ഇട്ടെടുത്തു. ഇനി ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ സ്ലീവ് നിവർത്തി എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുവാണ്. സ്ലീവ് കട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുള്ളതാണ്. കുഴിച്ച് കട്ട് ചെയ്ത് അറിയാനായിട്ട് അവിടെ ഒരു നോച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ സ്ലീവും കട്ട് ചെയ്തെടുത്തു. ബോഡി പാർട്ടും സ്ലീവും കട്ട് ചെയ്ത് ഇനി ബാലൻസ് നമുക്ക് ബെൽറ്റിനുള്ളതൊക്കെ കട്ട് ചെയ്യണം. ഇത്രയും ക്ലോത്ത് ഉണ്ട് ബാലൻസ്. ഇതിൽ നിന്ന് നമുക്ക് ആദ്യം ബാക്ക് പീസിലൊരു താഴ്വശത്ത് ഒരു പീസ് വെച്ച് മടക്കി ഉള്ളിലേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യണമല്ലോ. അതിനായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ബാക്ക് പീസിൻ്റെ വീതി നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ക്ലോത്തിലേക്ക് 2.5 ഇഞ്ച് വീതിയിലുള്ള പീസാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. അതിലൂടെ കട്ട് ചെയ്തെടുക്കുവാണ്. ഈ പീസ് നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് ഉള്ളിലേക്ക് വെച്ച് ഹെം ചെയ്തെടുക്കുവാണ് നമ്മൾ ചെയ്യുന്നത് ബാക്ക് പീസിൻ്റെ താഴ്വശത്ത്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ഹുക്കും അയ്യൊക്കെ സെറ്റ് ചെയ്യാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ബാൻഡ് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാൻഡ് കട്ട് ചെയ്യാനായിട്ട് ബാലൻസ് വന്നിട്ടുള്ള പീസിനെ നമ്മൾ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇപ്പോൾ ഇവിടെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തേക്കാണ്. ഫ്രണ്ടിൽ 2 പീസാണല്ലോ വരുന്നത്. ഇവിടെ ലെവലാക്കി ഒരു ലൈൻ വരച്ചെടുത്തു. ഇനി ബാൻഡിന് ഇവിടെയും താഴ്വശത്തും അവിടെ ഫോൾഡ് വശമാണ് വരുന്നത്. അവിടെയും നമ്മൾ ഒരു ലൈൻ വരച്ചെടുത്തു. ഇനി ബാൻഡിന് വേണമെന്ന വിഡ്ത്ത് വന്നിട്ട് 10 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് ഈ ലൈൻ വരച്ച അവിടെയായിട്ട് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അവിടെ നിന്നും ആ ലൈൻ്റെ അവിടെ നിന്നും നീക്കി 2.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെയും ഞാനൊരു 2.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയായിട്ട് ഞാനൊരു 2.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ 3 ഇഞ്ച് പിന്നീട് 2.25 പിന്നെ 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് 2.5 ഇഞ്ച്. ഇനി നമ്മൾ പോയിന്റുകളെല്ലാം യോജിപ്പിച്ച് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുവാണ്. കാരണം കട്ട് ചെയ്യുമ്പോൾ തെന്നി പോവാതിരിക്കാനായിട്ട് പിൻ ചെയ്ത് കൊടുക്കുവാണ്. ഇത് വെച്ച് വേണം നമുക്കിനി 4 പീസും കൂടെ കട്ട് ചെയ്യണം. ഇവിടെ ഇപ്പം നമ്മൾ 2 പീസാണ് കട്ട് ചെയ്യുന്നത്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തേക്കുവാണ്. ഫ്രണ്ടിൽ ഓപ്പൺ വരുന്നുണ്ട്. അത് 2 വശത്തായിട്ട് വരും. ഈ 2 പീസ് റൈറ്റും ലെഫ്റ്റും ആയിട്ട് വരും. ഇതുപോലെ തന്നെ ഇനി നമുക്ക് 4 പീസും കൂടെ വേണം. ഒരു സൈഡിൽ 3 പീസ് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിവിടെ ബാൻഡ് കട്ട് ചെയ്തെടുത്ത് ഇത് വെച്ച് നമുക്കിനി 4 പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഹുക്കും ഐക്കുള്ള പീസ് നമ്മളിവിടെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കുവാണ്. ഹുക്കിന് 2 ഇഞ്ച് വീതിയുള്ള പീസും ഐക്ക് 3 ഇഞ്ച് വീതിയുള്ള പീസും നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുവാണ്.
അങ്ങനെ നമ്മുടെ ഏകദേശം കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്രോസ് പീസ് കട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.